ഇന്നൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂണും നമ്മൾ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലവർ ഇട്ടതിന് ശേഷം നമ്മൾ അതിലൊക്കെ പാൽ ഒഴിച്ചിട്ടുണ്ട്. കളറിനായിട്ട് നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല. അതിന് വരെ നമ്മൾ മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നേരെ പാൽ ചൂടാക്കാൻ വെച്ച് പാൽ തിളച്ച് വരുമ്പോൾ ഈ കോൺഫ്ലവർ കലക്കിയ ഈ സംഭവം ഉണ്ടല്ലോ, ഈ പാലിട്ട് കലക്കിയത് അത് നമ്മൾ നേരത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇളക്കിയത്. കാരണം ഇത് കട്ടയാവാൻ പാടില്ല. ചൂടാകും തോറും പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ടാവും. അവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു ക്രീം രൂപത്തിലാവുമ്പോൾ നമ്മൾ അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയതാണ്. അങ്ങനെ അത് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മളിതിൽ ഓറഞ്ച് ഇട്ടായിരില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം ഫ്രൂട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം. അങ്ങനെ കുറച്ചിട്ടിട്ട് ഞാൻ ഇളക്കിയതിന് ശേഷം പിന്നെ ഞാൻ ബാക്കിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് ഉപയോഗിച്ചിട്ട് നേരെ ഇളക്കാൻ പറ്റില്ല, എന്നാലും ഇനി ഇത് തന്നെ ഉപയോഗിച്ചിട്ട് ഇളക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ ആയിരിക്കാം കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ. ഇത് അറിയാത്ത പോലെ നിൽക്കുന്നില്ല, ഞാനങ്ങനെ നിൽക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. എന്തായാലും അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഓറഞ്ച് ഇട്ടുകൊണ്ട് കുറച്ച് ലൂസായി ക്രീം, എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.